കേരളത്തിൽ ഇലക്ഷൻ അടുത്തു വരുമ്പോൾ നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി മലയാളികളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ CPI-എമ്മും BJP-യും തമ്മിൽ ഡീൽ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP-യോ CPI-എമ്മോ നേതൃത്വമോ ചോദ്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. BJP-യും CPI-എമ്മും തമ്മിലുള്ള വ്യത്യാസം പോലും ഇപ്പോൾ മനസ്സിലാകുന്നില്ല. കള്ളക്കേസുകൾ എടുത്ത് എതിർപക്ഷത്തെ നിശബ്ദമാക്കാനാണ് അവർ രണ്ടു കൂട്ടരും ശ്രമിക്കുന്നത്. തനിക്കെതിരെ 40ഓളം കേസുകളുണ്ട്. 5 ദിവസം ED ചോദ്യം ചെയ്തിട്ടുണ്ട്. സന്ധി ചെയ്യാതെ പോരാടുന്ന നേതാക്കളെ BJP വേട്ടയാടുമ്പോൾ കേരള മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി കേസുകൾ അന്വേഷിക്കാത്തത് പരിശോധിച്ചാൽ BJP-യും CPI-എമ്മും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. മന്ത്രിയുടെ ബന്ധുക്കളോ CPM നേതാക്കളോ ആയാൽ പിൻവാതിലൂടെ നിയമനം കിട്ടുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. നാടിന്റെ ആരോഗ്യ മേഖലയെ പോലും തകർത്ത സർക്കാരാണ് ഇടതുപക്ഷത്തിൻ്റെത്. കേരളത്തിന് വേണ്ടി UDF ഇന്ദിര ഗ്യാരണ്ടി എന്ന പേരിൽ പ്രഖ്യാപിച്ച എല്ലാ ഗ്യാരണ്ടിയും നടപ്പാക്കും. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ UDF വീണ്ടും മികവിന്റെ പാതയിലേക്ക് നയിക്കുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. പിന്നീടാണ് അദ്ദേഹം മലയാളികളെ സുഖിപ്പിക്കൽ എന്ന പരിപാടിയിലേക്ക് കടന്നത്. സോണിയാഗാന്ധിയുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടെന്നും ഓരോ മണിക്കൂറും ഇടവിട്ട് വന്ന് പരിശോധിച്ചത് മലയാളിയായ നഴ്സാണ് എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. അത് വളരെയധികം ആശ്വാസം പകർന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ വേദന അനുഭവിക്കുന്നവരുടെ കൈകൾ പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അതാണ് മലയാളിയുടെ സ്പിരിറ്റ്. മതേതര അടിത്തറയാണ് കേരളത്തിൻ്റെതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അദ്ദേഹം ഈ പറഞ്ഞതെല്ലാം ആരൊക്കെയോ പറഞ്ഞു കൊടുത്തതാണ് എന്നത് വളരെ വ്യക്തമാണ്. ഇദ്ദേഹം ആദ്യം പറഞ്ഞ BJP-CPM ബന്ധത്തേക്കാൾ എത്രയോ ശക്തമാണ് കോൺഗ്രസ് BJP ബന്ധം. രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽ നിന്നും ആയിരക്കണക്കിന് അണികളാണ് BJP-യിലേക്ക് എത്തുന്നത്. അതേപോലെ വലിയ നേതാക്കളും അവിടേക്ക് പോകുന്നുണ്ട്. അതേപോലെ ലോകത്ത് ഏത് ആശുപത്രികളിലാണ് മലയാളി നഴ്സുമാർ ഇല്ലാത്തത്? താങ്കളുടെ അമ്മയെ മാത്രമല്ല, ലോകത്ത് ഒരുപാട് അമ്മമാരെ മലയാളി നഴ്സുമാർ ശുശ്രൂഷിക്കുന്നുണ്ട്. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ നഴ്സ് മലയാളി ആയതുകൊണ്ട് ഒരു പ്രത്യേക കരുതൽ ഉണ്ടാകും. അത് ഈ നാടിന്റെ ഗുണമാണ്. രാഹുലും സഹോദരിയും ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ പറ്റാതെ പേടിച്ചോടി കേരളത്തിലേക്ക് വന്നപ്പോൾ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചവരാണ് മലയാളികൾ. എന്നിട്ട് അതേ വയനാട്ടിലൊരു ദുരന്തമുണ്ടായപ്പോൾ നിങ്ങൾ രണ്ടാളും സഹായിച്ചില്ല. ഒരൊറ്റ പൈസ പോലും MP ഫണ്ടിൽ നിന്നും കൊടുത്തില്ല. ഈ നഴ്സിന്റെ കാര്യം മലയാളികൾ മറന്നാലും നിങ്ങളുടെ ആ നന്ദിയില്ലായ്മ കേരളം ഒരിക്കലും മറക്കില്ല. ഇപ്പോൾ കൈപിടിച്ച് ആശ്വസിപ്പിച്ചത് മലയാളി നഴ്സാണെന്ന് നിങ്ങൾ പറയുന്നു. നേരത്തെ ആ കയ്യിൽ തന്നെ ALS കെട്ടിക്കൊടുത്തതും ഒരു മലയാളിയായിരുന്നു. സ്വർണം കട്ടവരുടെ കൂട്ടത്തിലുള്ള പെരുങ്കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതേക്കുറിച്ചും അങ്ങ് വാതോരാതെ സംസാരിക്കണം. KC വേണുഗോപാലോ മറ്റുള്ള നേതാക്കളോ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ എഴുതി തരുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് ഛർദ്ദിക്കരുത്. ഇത് നോർത്ത് ഇന്ത്യയല്ല, കേരളമാണ്.